നമസ്കാരം, ഞാൻ സജീവ്. ഞാനൊരു പോലീസ് ഓഫീസറായിരുന്നു. ഞാൻ എൻ്റെ പോലീസ് ഓഫീസർ എന്ന കരിയറിൽ നിന്ന് ഒരു കരിയർ കൗൺസിലറായി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റായി മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരു കരിയർ കൗൺസിലറാകാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, സർവീസിലിരിക്കുമ്പോൾ നിരവധി ക്ലാസ്സുകൾ എടുക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പല സ്ഥലങ്ങളിലും പല കോളേജുകളിലും മോട്ടിവേഷൻ ക്ലാസ്സസ് ഒക്കെ സംഘടിപ്പിക്കും, ഞങ്ങളുടെ വിഷയങ്ങൾ എടുക്കുന്നത്. അവിടുന്ന് പിന്നീട് ഒരു ദിവസം എന്നോട് ഒരു കരിയർ ഗൈഡൻസ് സെഷൻ എടുക്കാമോ എന്നൊരാൾ ചോദിച്ചു. റിട്ടയർ ചെയ്ത ശേഷമാണത്. പക്ഷെ എനിക്ക് ഈ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്ന സെഷൻ എടുക്കുമ്പോൾ പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സെഷൻ എടുക്കാൻ പറ്റൂ. അപ്പോൾ ഞാനത് അവരോട് ഒഴിഞ്ഞിട്ട് ഞാൻ വേറൊരാളെ ചുമതലപ്പെടുത്തി. ഇങ്ങനെ ആളെ വിളിച്ചാൽ മതി, ചെയ്യും എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് ആ പുള്ളി പോയി എടുത്തത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാനൊരു ഇത് കണ്ടു, ഇങ്ങനെ ഒരു കാര്യം ഫേസ്ബുക്കിലൂടെ ഒരു ഇന്റർനാഷണൽ പ്രോഗ്രാമിനെ കുറിച്ച് അറിയുകയും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ചെയ്തു. സത്യത്തിൽ ജീവിതത്തിൽ എൻ്റെ ഒരു വലിയൊരു വഴിത്തിരിവായിരുന്നു അത്. ആ പ്രോഗ്രാം വളരെ സക്സസ്ഫുൾ ആയി ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ ഈ ഏറ്റവും ആധുനികമായ 5 ഡയമെൻഷണൽ സൈക്കോമെട്രിക് ടെസ്റ്റ്, അതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടെ ഹെൽപ്പോടുകൂടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇന്ത്യ തന്നെ കിട്ടാവുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ റിലയബിലിറ്റി, വാലിഡിറ്റി ഉള്ള ഒരു ടെസ്റ്റാണെന്ന് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി. അതുപോലെ കൃത്യമായി നമുക്കൊരു 22 പേജുള്ള കരിയർ റിപ്പോർട്ട്, ആ കുട്ടിയെ എന്താണെന്ന് അറിയാനുള്ള കരിയർ പേഴ്സണാലിറ്റി, ഇൻട്രസ്റ്റ്, സ്കിൽസ് ആൻഡ് എബിലിറ്റി, ലേണിംഗ് സ്റ്റൈൽ തുടങ്ങി കരിയർ മോട്ടിവേറ്റേഴ്സ് ടൈപ്പ് ഉള്ളപ്പോൾ ആ കുട്ടിയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്യും. ആ ടെക് പ്ലാറ്റ്ഫോം പർച്ചേസ് ചെയ്യുകയും കരിയർ ഡ്യൂമേറ്റ് എന്ന പേരിൽ ഒരു സ്ഥാപനം തൃപ്പൂണിത്തുറയിൽ ആരംഭിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം മുതൽ എനിക്ക് പ്രോഗ്രാം വന്നു, കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തു, നന്നായി പോകുന്നു. അത് അങ്ങനെ ഇരിക്കെ ഞാൻ വീണ്ടും ഒരു ഇതോടെ ചെയ്തു. അതായത് കരിയർ കൗൺസിലിംഗിന്റെ ഇന്റർനാഷണൽ സ്റ്റഡീസ് ചെയ്യുന്നതിന്റെ പ്രോഗ്രാം, അതും അവിടെ ചെയ്തു. അതിന്റെ പ്ലാറ്റ്ഫോം വാങ്ങി കരിയർ ഡ്യൂമേറ്റ് അങ്ങനെ സെറ്റ് ചെയ്തു. ഈ സമയത്ത് എനിക്ക് തോന്നിയത് വേറൊരു കാര്യം, കൗൺസിലിംഗ് കൂടെ പഠിക്കണം എന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ കുട്ടികളെ ഇടപെടുമ്പോൾ നമുക്കറിയാവുന്ന കുട്ടികൾ വലിയ സമ്മർദ്ദത്തിൽ അടിപ്പെട്ടാണ് ജീവിക്കുന്നത്. പേരൻസിന്റെ സമ്മർദ്ദം, പിയേഴ്സ് പ്രഷർ, ടീച്ചേഴ്സിന്റെ പ്രഷർ, സമൂഹത്തിലെ പ്രഷർ, എന്ത് കോഴ്സ് എടുക്കണം, ഏതെടുക്കണം, എങ്ങനെ പോകണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ കുട്ടികൾക്കുണ്ട് എന്നെനിക്ക് മനസ്സിലായപ്പോൾ അവർ പലരും സമ്മർദ്ദത്തിലാണ്, വലിയ പ്രശ്നത്തിലാണ്, മാനസികമായി തന്നെ അവർ ചില സമയത്ത് ഒരു വല്ലാത്തൊരു പ്രശ്നത്തിലാണ് എന്ന് ഇടയ്ക്ക് കുട്ടികൾ വരുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിയുടെ പഠിക്കാനാണ് തീരുമാനിച്ചതും പഠിത്തം പൂർത്തിയാക്കി നന്നായിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, വരുന്ന കുട്ടിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിയിട്ട്, പഠിക്കാൻ കഴിയാത്തതാണോ അല്ലെങ്കിൽ പഠിക്കാനായിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങൾ റിയലായിട്ട് എന്താണ്, ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി എന്താണ്, കരിയർ പേഴ്സണാലിറ്റി, കരിയർ ഇൻട്രസ്റ്റ് എന്താണ്, റിയലായിട്ട് ആ കുട്ടി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയ ശേഷം അതിനനുസരിച്ചുള്ള ഒരു അപ്രോച്ചുമായി ഒരു സ്ട്രാറ്റജിക് പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഈ സൈക്കോമെട്രിക് ടെസ്റ്റും അതുപോലെ AI പ്ലാറ്റ്ഫോമിന്റെ ഹെൽപ്പും എല്ലാം കൂടെ കൂടുമ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ന്യൂ ഏജ് കരിയേഴ്സിലേക്ക് ഈ കുട്ടികളെ എത്തിക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ നമുക്കറിയാം, ഏറ്റവും പെട്ടെന്ന് അങ്ങനെ വലിയ മാറ്റങ്ങൾ, ഒരു നിമിഷം, ഗ്ലോബലൈസേഷന് ശേഷം ഓരോ നിമിഷവും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. കരിയറിൽ വലിയ മാറ്റങ്ങൾ, പുതിയ പുതിയ കരിയേഴ്സ് വരുന്നു. പഴയ പല കരിയേഴ്സും പോയിട്ട് പുതിയ കരിയേഴ്സാണ് അവിടെ കടന്നു വരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് ആ കരിയേഴ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏതെല്ലാമാണ് അവർക്ക് പോകേണ്ട കരിയർ വഴി എന്ന്, ഏതാണ് കരിയർ വഴി എന്ന് നമ്മൾ എടുത്തു കൊടുക്കുമ്പോഴാണ് അവർക്ക് കൃത്യമായിട്ട് പോകും. അത് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ കൃത്യമായ വഴി അറിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റും. അതുപോലെ കരിയർ വഴി, കാരണം നമ്മൾ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണത്. കാരണം നമുക്ക് സന്തോഷം വേണം, സമാധാനം വേണം, സംതൃപ്തി വേണം, സമ്പത്ത് വേണം. കരിയർ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതെല്ലാം വേണം. വർക്ക് ലൈഫ് ബാലൻസ് വേണം, അല്ലേ? ആങ്സൈറ്റി, പ്രഷർ, ടെൻഷനൊന്നും ഇല്ലാതെ സന്തോഷപൂർവ്വം നമ്മുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു കരിയറിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ അറിയണം,
നമ്മൾ എന്താണെന്ന് അറിയണം, നമ്മുടെ വീക്ക്നെസ് അറിയണം, നമ്മുടെ സ്ട്രെങ്ത് അറിയണം, നമ്മുടെ സ്കിൽസൊക്കെ അറിയണം. ഇപ്പോൾ സ്കിൽസ് ആൻഡ് എബിലിറ്റിക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട് ഇപ്പോൾ കരിയേഴ്സിൽ വരുമ്പോൾ. അപ്പോൾ സ്കിൽസ് എന്താണെന്ന് അറിഞ്ഞ് ഇനി അത് കുറവുണ്ട്, ഏതെങ്കിലും സ്ഥലത്ത് കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട്, പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പഠിക്കാനായിട്ട് എങ്ങനെ നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട്, ഏറ്റവും ആധുനികമായ പഠന ടെക്നിക്കുകൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് കുട്ടിയെ നമുക്ക് ഒരു ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ അല്ല, ഇൻസ്പയർ ചെയ്തുകൊണ്ട് അതിന്റെ പ്രാധാന്യം ആ കുട്ടിക്ക് തന്നെ ബോധ്യപ്പെടുന്ന രീതിയിൽ ഒരു കൗൺസിലിംഗ് സെഷൻ പക്ക 1-to-1 ചെയ്തു കൊടുത്തുകൊണ്ട് വലിയ റിസൾട്ടാണ് അവിടെ ഉണ്ടാകുന്നത്. കാരണം ഇവിടെ നമ്മുടെ കേരളത്തിലെ മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സമ്പന്നരായ ആളുകൾക്ക് പോലും ഈ കരിയർ കൗൺസിലിംഗിന്റെ പ്രാധാന്യം അറിയത്തില്ല. ശരി, ഇന്ത്യയിൽ തന്നെ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കുന്നുള്ളൂ. കരിയർ കൗൺസിലിങ്ങിലൂടെ, ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചിലൂടെ കുട്ടിയെ റിയലായിട്ട് മനസ്സിലാക്കി. ചില കുട്ടികൾക്ക് ക്ലാസ്സിലിരിക്കാൻ പറ്റില്ല. നമ്മൾ നോക്കുമ്പോഴായിരിക്കും ആ കുട്ടിക്ക് ആ ക്ലാസ്സിലെ പാഠങ്ങൾ ഒന്നും അറിയില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ വീർതി ഉണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ കുട്ടിയെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അയാളുടെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവിടെ പഠനമാണ് ഇംപ്രൂവ് ചെയ്യേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് ആ പഠനം ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, അയാളുടെ ബാക്ക്ലോഗ്സ് എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നുള്ളത് കൊടുത്ത്, എങ്ങനെയാണ് ഒരു വിഷയത്തെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുത്ത്, എങ്ങനെയാണ് നന്നായി പഠിക്കാൻ കഴിയുക എന്ന് ലേണിംഗ് സ്റ്റൈൽ എടുത്തുകൊണ്ട് വിശദമായി മനസ്സിലാക്കി കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ അയാളുടെ ഒരു വാല്യൂ, മോട്ടിവേഷൻ, കരിയറിനോടുള്ള താല്പര്യം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അയാൾക്ക് പറ്റുന്ന ഏറ്റവും സ്യൂട്ടായിട്ടുള്ള, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ഏജ് കരിയേഴ്സിലേക്ക് ആ കുട്ടിയെ പറഞ്ഞയക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിനുള്ള കൃത്യമായ ഒരു മാർഗനിർദ്ദേശമാണ് നമ്മൾ കരിയർ കൗൺസിലിങ്ങിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വളരെ ഫ്രീ ആയി കുട്ടിയുമായി സംസാരിച്ച്, പേരന്റുമായി സംസാരിച്ച്, കരിയർ കൗൺസിലറും കുട്ടിയും പേരൻസും കൂടെ ഇരുന്നുകൊണ്ട് അവർക്ക് ആ കുട്ടിക്ക് അനുയോജ്യമായ ഏറ്റവും നല്ല പ്രോഗ്രാംസ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ ടോപ്പ് ചോയ്സ് ഉണ്ടാവും, ഗുഡ് ചോയ്സ് ഉണ്ടാവും, ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ടാവും, അവോയ്ഡ് ചെയ്യേണ്ടതുണ്ടാവും. അവൻ അല്ലെങ്കിൽ അവൾ എടുക്കേണ്ട ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉൾപ്പെടെ, പിന്നീട് സഹായിക്കാനുള്ള, അവർക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ അവരെ സഹായിക്കാനുള്ള ഒരു ഗൈഡായിട്ട് നിന്നുകൊണ്ട്, ഒരു മെന്ററായി നിന്നുകൊണ്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഞങ്ങൾ കരിയർ റെഡിമേഡിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ കരിയർ കൗൺസിലിംഗ് എന്ന പ്രോസസ്സ് ഒരു ക്ലാരിറ്റി കൊടുക്കലാണ്, കൃത്യമായി തിരിച്ചറിയലാണ്. അപ്പോൾ ക്ലാരിറ്റി, മൈൻഡ് സെറ്റ്, ഡയറക്ഷൻ അത് നമുക്ക് ലൈഫിലും വേണം, കരിയറിലും വേണം, രണ്ട് സംഗതിയിലും വേണം. അപ്പോൾ ഇവിടെ കരിയർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, നമ്മുടെ ജീവിതാവസാനം വരെ സന്തോഷമായി കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ അതിന് കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. ആ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ ഒരു സെഷനുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതിലൂടെ ഈ കുട്ടിക്ക് ഏറ്റവും ഭംഗിയായി കരിയറിലേക്ക് എത്താൻ സാധിക്കും. അത് സൂചിപ്പിച്ചതാണ്. നമുക്കൊരു സ്ഥലത്ത് പോകണം, നമുക്ക് വഴി കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് പോകാൻ പറ്റും. ഒരു 9-10 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഈ കരിയർ വഴി തിരിച്ചറിഞ്ഞാൽ കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുത്ത് അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ടായിട്ടുള്ള എല്ലാ സംഗതികളും കൊടുത്തു കഴിയുമ്പോൾ ഈ മോനെ അല്ലെങ്കിൽ ഈ മോൾക്ക് കറക്റ്റായിട്ട് എടുത്താൽ പറ്റും. നമ്മളിവിടെ എന്താ കാണുന്നത്, കുറച്ച് പൈസ മുടക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അത് ബുദ്ധിമുട്ടാണ്. വളരെ ചെറിയ എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മക്കളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, നമ്മുടെ മക്കളുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് മുടക്കുന്ന ഈ ചെറിയൊരു പൈസ സത്യത്തിൽ അത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ശരിക്കും വലിയ ഒരു പൈസ മുടക്കി സമയം നഷ്ടപ്പെടുത്തി തെറ്റായ ഒരു തീരുമാനം എടുക്കുന്നതിന് പകരം ഒരു ചെറിയ പൈസ മുടക്കി കറക്റ്റായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതല്ലേ നല്ലത്. അപ്പോൾ അതിന് ഏറ്റവും ആധുനികമായ സൗകര്യങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. ആധുനികമായ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി നമുക്ക് അവൈലബിൾ ആണ്. വോയിസ് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്യാൻ സാധിക്കും. ഓൺലൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1-to-1 ആകാം. അത് കഴിഞ്ഞ സെഷനിൽ നമ്മൾ വീണ്ടും ഇരിക്കും. ഓഫ്ലൈൻ ആണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് പേഴ്സണലായിട്ട് വ്യക്തിബന്ധം ഉണ്ടാവും. നേരിട്ട് കാണുമ്പോൾ, കുടുംബവുമായി കാണുമ്പോഴൊക്കെ ഒരുമിച്ച് ഇരുന്നുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പൊ കരിയർ കൗൺസിലിങ്ങിനെ ആശങ്കപ്പെടേണ്ട, കുട്ടികൾക്ക് പേടിക്കേണ്ട ഒരു സംഗതിയല്ല. അവരുടെ കരിയർ എന്തായി തീരണം, എങ്ങോട്ട് മുന്നോട്ട് പോകണം എന്ന്
വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുന്ന, കരിയർ വഴി തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സാണത്. അവിടെ ഏറ്റവും ഭംഗിയായി അവർക്ക് അവരുടെ കരിയറിലേക്ക് എത്താൻ സാധിക്കും. അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ വളരെ കൃത്യമായി എടുത്തു കൊടുക്കും. അപ്പോൾ തീർച്ചയായും ജീവിതത്തിലെ മാറ്റം ആഗ്രഹിക്കുന്ന, മക്കളുടെ നന്മ കാക്ഷിക്കുന്ന പേരൻസ് ഈ അവസരം ഉപയോഗിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ 10ാം ക്ലാസ്സിലും +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ആ സമയത്ത് 10ാം ക്ലാസ് കഴിഞ്ഞാൽ സ്ട്രീം എടുക്കണം ഇമ്മീഡിയറ്റ് ആയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ +2 കഴിയുമ്പോൾ കരിയർ ചൂസ് ചെയ്യണം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് എന്താ ചെയ്യുക? താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റ് പേരൻസിനു കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ അത് ഷെയർ ചെയ്യാം.